ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പി തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, ചിലർക്ക് ഇപ്പോഴും അറിയില്ല. ഭയങ്കര ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇതാ നമ്മുടെ മുരിങ്ങപ്പൂവാണ് കേട്ടോ. അപ്പോൾ അതാ വീട്ടിലുണ്ടായ മുരിങ്ങ പൂത്തിട്ടുണ്ട്. അപ്പം ഞാനതാ ഇത് ഇങ്ങനെ കൊമ്പ് വളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് താഴ്ത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതാ ഉമ്മയൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഫുൾ റെസിപ്പി കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ. അപ്പം നമ്മൾ മുട്ട കൊണ്ടാണ് ഇന്ന് മുട്ട കൊണ്ടാണ് നല്ലൊരു വിഭവം തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം മുട്ടയും മുരിങ്ങപ്പൂവാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ അതാ മുട്ടയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങപ്പൂവ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഈ മുരിങ്ങപ്പൂവിന് വളരെ ആരോഗ്യപരമായിട്ട് വളരെ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് മുരിങ്ങപ്പൂവ്. മുരിങ്ങയുടെ എല്ലാം നമുക്ക് ആരോഗ്യം തരുന്ന ഒന്നാണ് മുരിങ്ങയുടെ ഇലയും കായും അതുപോലെ പൂവും. അപ്പോൾ മുരിങ്ങയുടെ ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയണ്ട കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ എങ്ങനെയും കഴിച്ച് നോക്കുന്നവരാണെങ്കിൽ, കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കയ്പ്പുണ്ടാവും. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ വിചാരിക്കും ഇത് കഴിക്കില്ലേന്ന്. പക്ഷെ കഴിക്കൊന്നുമില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ മുരിങ്ങപ്പൂവ് ഇങ്ങനെ തണ്ടൊന്നും പെടാതെ വൃത്തിയാക്കി എടുക്കുകയാണ്. തണ്ടൊന്നും പെടാതെ ജസ്റ്റ് ഒന്ന് എടുക്കുക, അത്ര തന്നെയുള്ളൂ. വേറെ പ്രത്യേകിച്ച് വൃത്തിയാക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടയിൽ പുഴു ഉണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ വാടി ഇതൊക്കെ കളയുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതിന് മുട്ട കൊടുക്കുന്നുണ്ട്. വാടി ഇതൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കുറച്ചൊന്ന് പിച്ചി എടുക്കുന്ന ആ സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സമയം വേണ്ടത്. ഉണ്ടാക്കുന്ന സമയം ഇത് കുറച്ച് സമയം ഇതിങ്ങനെ ഒന്ന് വൃത്തിയാക്കേണ്ട ആ സമയം തന്നെയുള്ളൂ. അപ്പോൾ അതാ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. പിച്ചിട്ട് വന്നപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയുള്ളൂ. എത്ര എടുത്താലും ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങപ്പൂവ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുട്ട 2 പിന്നെ 2 പച്ചമുളകും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ചുവന്നുള്ളിയാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കാം. നമ്മുടെ ചട്ടി വെച്ചിട്ട് നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് നമുക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്ത് തന്നെ ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ കരിയൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു സംഭവം. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആ പൂവൊന്ന് വിച്ചെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് മുരിങ്ങപ്പൂവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങപ്പൂവ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചത് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ ഇപ്പോഴും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് വിട്ടിട്ടോ, ഒരുപാട് നേരം വേവൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ മുട്ട ചേർക്കുമ്പോൾ ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിക്കും പൂവിനും ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ നമ്മളൊന്ന് സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിലും മതി, നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് ഒത്തിരി നേരം മതി കേട്ടോ. ഒരു 2 മിനിറ്റ് മതി, വേഗം റെഡിയാവും. അപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂവ് ഉള്ളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങപ്പൂവ് ഇട്ട് തന്നെ തോന്നില്ല, കാരണം അത്രയും ചുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും എടുത്തിട്ടും അത് ഇട്ടു തന്നെ തോന്നണില്ല. നമ്മൾ തോനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ
മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ഞാനിതാ ഒഴിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ കൂടുതൽ പൂവ് ചേർത്ത് കൊടുക്കാം. പൂവ് എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതാ മുട്ടയൊക്കെ ഉടച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിനി മിക്സാക്കി എടുക്കണം. അപ്പോൾ ബാക്കി മുട്ടേൻ്റെ ബാക്കിയുള്ള അതൊക്കെ ഒഴിച്ച് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇനി നന്നായിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ തീ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുള്ളൂ. നന്നായിട്ട് ഒന്ന് ചുരുങ്ങി നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. സിമ്മിലിട്ട് കൊടുക്കേണ്ട, ഓണിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ മുട്ട ചേർത്തുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാകും. ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാവിടെയും മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടി പിടിക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട്. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കുമ്പോൾ തന്നെയാണ് അത് റെഡി ആവുള്ളൂ. നമ്മൾ സിമ്മിലിട്ടിട്ട് കുറേ നേരം വെച്ചിട്ട് ആകുമ്പോൾ അത് റെഡി ആവില്ല. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ പെട്ടെന്ന് അത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതായത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി വിഭവം റെഡി ആയിട്ടുണ്ട്. മുട്ടയും മുരിങ്ങപ്പൂവും കൂടിയിട്ട് നന്നായിട്ട് ചിക്കി പൊരിക്കുക. അതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി. ഒരു നാടൻ വിഭവമാണ് കേട്ടോ. നല്ല ആരോഗ്യപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. മുട്ടയാണെങ്കിലും മുരിങ്ങപ്പൂവാണെങ്കിലും വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ മുരിങ്ങയുടെ ഒരു സംഭവം കഴിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ചിലവർക്കൊന്നും മുരിങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കട്ടോ. ഇതുപോലെ മുരിങ്ങയുടെ ഇല വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരു നാടൻ വിഭവമാണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതുപോലെ നമ്മൾ കറിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാമത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.